കേരളത്തിലുള്ളവർ ഗൾഫിലെ മഴ കണ്ട് കോരിത്തെരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫിലെമ്പാടും വലിയ പെരുമഴ തന്നെയാണ് പെയ്തിറങ്ങിയത്. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രകാശം പരത്തുന്ന 3 പെൺകുട്ടികൾ, എൽസ, സാറ, മറിയം. അവരുടെ അമ്മ എലിസബത്ത്. എലിസബത്തിന് സ്തനാർബുദമായിരുന്നു. രോഗം ചികിത്സിച്ച് ഭേദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മയുടെ കണ്ണീര് കാണാൻ ഈ പെൺമക്കൾ തുനിഞ്ഞില്ല. അമ്മയുടെ കണ്ണീരകറ്റി അമ്മയെ സന്തോഷിപ്പിച്ച് ഇവർ കൂട്ടുനിന്നു. എലിസബത്ത് ക്യാൻസറിനെ അതിജീവിക്കുകയാണ് 3 പെൺമക്കളുടെ പിൻബലത്തിൽ. ആ കഥയാണ്, അവരുടെ ജീവിതമാണ് അറേബ്യൻ സ്റ്റോറീസ് ഫോളോ മീയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. എൽസയും സാറയും മറിയയും അമ്മയുടെ സ്തനാർബുദത്തെ തോൽപ്പിക്കാൻ, അമ്മയുടെ സങ്കടം മാറ്റാൻ, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണ്. ചികിത്സയ്ക്കിടയിൽ കൊഴിഞ്ഞുപോയ അമ്മയുടെ മുടി കണ്ട് ഇവർക്ക് ആദ്യം സങ്കടം വന്നു. പിന്നെ തമാശകൾ പറഞ്ഞും അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും അവർ ആ സങ്കടക്കടൽ നീന്തിക്കടന്നു. അമ്മയോട് ചേർന്നിരിക്കാൻ 6 മാസത്തോളം കെഞ്ചിയ ശേഷം ഇളയവൾ 7 വയസ്സ് മാത്രമുള്ള മറിയ തന്റെ തല മുണ്ടനം ചെയ്തു. എനിക്ക് ബാഡായിട്ട് ഫീൽ ചെയ്യുന്നു. അമ്മയ്ക്ക് മുടിയില്ല, അമ്മയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തു. അമ്മ വിഗ് വെക്കുന്നത് മിയക്ക് ഇഷ്ടമായിരുന്നോ? ഇല്ല, കാരണം with hair, without hair, you should always be natural. You look pretty even without hair, with hair. It's the same thing. അന്ന് മുതൽ അവൾ എന്നോട് പറയുന്നത്, എൻ്റെ മുടി പോയപ്പോൾ മുതൽ, എൻ്റെ മുടി പോയപ്പോൾ ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ കാണാൻ വരുന്നത്. അപ്പം മുതൽ എന്നോട് പറയാം, അമ്മ എൻ്റെ മുടി എനിക്ക് കളയണമെന്ന് പറയാറ്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാര്യം അവൾ കൊച്ചിലെ ഉണ്ടായപ്പം ഭയങ്കര ചുരുണ്ട മുടി ഉണ്ടായപ്പോൾ മുതലേ എന്നും മുടി ഉണ്ടായിരുന്നു. അവസാനം നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മുടി ഇല്ലാത്തത് ഞാൻ അവളുടെ മുടിയിൽ രാത്രി തൊട്ടായിരുന്നു ഞാൻ എൻജോയ് ചെയ്യുന്നത്. ലൈക്ക് മുടി രാവിലെ എണീറ്റ് എത്ര വയ്യാത്തപ്പോഴും ഞാൻ എണീറ്റ് ചീകി കെട്ടിയിട്ട് രാവിലെ അവളെ സ്കൂളിൽ വിടുന്നത് എനിക്ക് ഒത്തിരി, അവളുടെ മുടിയാണ് ഞാൻ എൻ്റെ മുടിയായിട്ട് എൻജോയ് ചെയ്തത്. അപ്പോൾ അവൾ കളയാന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും സമ്മതിച്ചില്ല. പക്ഷെ പിന്നെ ഞാൻ ഓർത്തു, അവൾ അത്രയും ഡിറ്റർമിനേഷൻ, അത്രയും ബോൾഡായിട്ട്, ഞാൻ ഒത്തിരി കോൺസിക്വൻസസ് പറഞ്ഞ് മനസ്സിലായി. നമ്മളെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും കളിയാക്കും, പക്ഷെ ഇല്ല, അമ്മയുടെ കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാനോർത്ത് അത്രയും ഒരു കൊച്ചിൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് വേണ്ടി അത്രയും സ്നേഹം അവൾ തരാൻ റെഡിയായപ്പോൾ അവളെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ലൈക്ക് അവർ ഓപ്പണായിട്ട് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചു. സ്തനാർബുദത്തെ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും ഇന്ത്യയിലും UAE-യിലുമായി പ്രവർത്തിക്കുന്ന പ്രൊട്ടക്ട് യുവർ മാം എന്ന പ്രചാരണത്തിൽ എൽസ പങ്കെടുത്തിരുന്നു. അവിടെ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മൂത്തവളായ എൽസയാണ് അമ്മയെ മാമോഗ്രാം പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. ചികിത്സയ്ക്കും മരുന്നിനുമപ്പുറം കുടുംബം, കുട്ടികൾ എന്നിവർ നൽകുന്ന പിന്തുണയും സ്നേഹവുമാണ് വേദനകൾക്കിടയിൽ തന്നെ ചിരിപ്പിക്കുന്നതെന്ന് അമ്മ എലിസബത്ത് പറയുന്നു. പിള്ളേരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരെ ഒട്ടും കരഞ്ഞ് കാണിച്ചിട്ടേ ഇല്ല എന്നെ. അപ്പം അതിൻ്റെ ഒരു ധൈര്യം ഭയങ്കരമായിട്ടുണ്ട്, അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ഫാമിലി, ഹസ്ബൻഡ്, എനിക്ക് 0 ഹെറിഡിറ്ററിയാണ്. എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈം ഫാമിലിയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പേരൻസൊക്കെ ഭയങ്കര ധൈര്യമായിട്ടൊക്കെ കാണിക്കാറുണ്ട് എൻ്റെ മുന്നിൽ. പക്ഷെ അവരുടെ കണ്ണിൽ നോക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു വല്ലാത്തൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈക്ക് ബിഗർ ഫാമിലി, എൻ്റെ കസിൻസ് എല്ലാവരും ഫോണിൽ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സ് വാസ് മൈ ഡ്രൈവിംഗ് ഫോഴ്സ് ആക്ച്വലി. ഒരു നേരം പോലും ആരും എന്നോട് ഒരു നെഗറ്റീവ് ടോക്സ്, നെഗറ്റീവ് ചിന്ത എൻ്റെ തലയിൽ വരാനായിട്ട് എന്നെ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഓൾ ടുഗെദർ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം കൂടെ കൂടിയിട്ട് ഐ ഫീൽ ലൈക്ക് ദർ ഈസ് സംബഡി കോൾഡ് മിസ്റ്റർ പോസിറ്റീവ്. ഓക്കെ, ദൈവത്തിൻ്റെ വേറൊരു ഇതാണ്. പലരും പറയുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ഫീലിംഗാണ്. അപ്പം എന്ത് വന്നാലും നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ടിരുന്നാൽ ബോഡി അത്
മരുന്ന് ഇപ്പോൾ കീമോ മരുന്നാണെങ്കിലും ശരി, ഡോക്ടേഴ്സിനാണെങ്കിലും ശരി, അത് കണ്ടുപിടിക്കാനുള്ളതും മരുന്ന് നമ്മുടെ കയറുമ്പോഴാണെങ്കിലും അത് എഫക്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ബോഡിയിൽ ഒരു പോസിറ്റീവ് മെക്കാനിസം ഉണ്ടെങ്കിൽ, ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ മെക്കാനിസം എല്ലാം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ സോ ഐ ഹാവ് സംബഡി ലൈക്ക് വിത്ത് മീ, ഇറ്റ്സ് മിസ്റ്റർ പോസിറ്റീവ്. ഭർത്താവ് എബ്രഹാമും ഭാര്യയോട് ചേർന്നു നിൽക്കാൻ തല മുണ്ടനം ചെയ്തിരുന്നു. തല മുണ്ടനം ചെയ്ത് അമ്മയെ പുണർന്നിരിക്കുന്ന മരിയ മോൾക്ക് ഈ വാർത്ത കാണുന്നവരോട് ഇതാണ് പറയാനുള്ളത്. Every week we should take a self-examination. മമ്മിക്ക് മേക്ക് ഷുവർ ചെയ്യണം, സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം every month. അപ്പോൾ so we could sign any early signs of I love you, I love you, I love you, mommy. I love you, I love you, I love you, mommy. I love you, I love you, I love you, mommy. സംസ്കാരങ്ങളുടെ തൊട്ടിലെന്നാണ് ഈജിപ്ത് എന്ന രാജ്യം അറിയപ്പെടുന്നത്. നമുക്ക് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് നൈൽ നദീതട സംസ്കാരം. അതുകൊണ്ട് തന്നെ ഒരുപാട് സംസ്കാരങ്ങളുടെ വേദിയായി മാറിയ ഈജിപ്തിലെ കാഴ്ചകൾ അവിസ്മരണീയമാണ്. ഈജിപ്തിൽ പോകാൻ കഴിയാത്തവർക്കായി ദുബായ് ഗ്ലോബൽ വില്ലേജിൽ മനോഹരമായി ഈജിപ്ത് തീർത്തിരിക്കുന്നു. ഈജിപ്തിൻ്റെ പവലിയനിൽ എല്ലാമുണ്ട്. മമ്മയുണ്ട്, സ്പിൻസ് ഉണ്ട്, അങ്ങനെയുള്ളതെല്ലാം. ഈജിപ്തിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസിൻ്റെ ഇത്തവണത്തെ യാത്ര. ഈജിപ്തിൽ പോയ പ്രതീതിയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ഈജിപ്ത് പവലിയൻ സമ്മാനിക്കുന്നത്. പുരാതന ഈജിപ്തിലെ കൊട്ടാരത്തിലെ രാജസദസ്സും ഇവിടെയുണ്ട്. ചില ഈജിപ്ഷ്യൻ കരവിരുതുകൾ തത്സമയം ആസ്വദിക്കാനും ഗ്ലോബൽ വില്ലേജ് അവസരമൊരുക്കുന്നു. പുരാതന ഈജിപ്തിലെ രാജാവിന്റെ ഭരണകേന്ദ്രമായ രാജകൊട്ടാരത്തിനാണ് ഫറവോ എന്ന് പറയുന്നത്. മഹത്തായ ഗൃഹം എന്നാണ് ഫറവോ എന്ന വാക്കിനർത്ഥം. പിന്നീട് രാജാവ് എന്ന അർത്ഥത്തിലും ഫറവോ അറിയപ്പെട്ടു. പുരാതന ഈജിപ്ഷ്യൻ കൊട്ടാര അകത്തളമാണ് സന്ദർശകരെ ഗ്ലോബൽ വില്ലേജിൽ സ്വാഗതം ചെയ്യുന്നത്. സംസ്കാരങ്ങളുടെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ അണിനിരത്തിയാണ് ഗ്ലോബൽ വില്ലേജിലെ ഈജിപ്ത് പവലിയൻ സജ്ജമാക്കിയിട്ടുള്ളത്. നൈൽ നദീതീരത്തുള്ള ഗിസയിലെ ഗ്രേറ്റ് സ്പിങ്സിന്റെ ചെറുതും വലുതുമായ രൂപങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. മനുഷ്യമുഖവും ഉടല് സിംഹത്തിൻ്റെതുമാണ് സ്പിങ്സിന്. മമ്മി രൂപങ്ങളും കല്ലിലും ലോഹത്തിലും തടിയിലും തീർത്ത മനോഹരമായ പിരമിഡ് അടക്കമുള്ള കരകൗശല വസ്തുക്കളും ഇവിടെ മനോഹരമായി വിൽപ്പനയ്ക്കായി അടുക്കി വെച്ചിരിക്കുന്നു. കളിമണ്ണിലും തടിയിലും തീർക്കുന്ന ഈജിപ്തുകാരുടെ തനത് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത് തത്സമയം കണ്ടാസ്വദിക്കാനും ഗ്ലോബൽ വില്ലേജ് അവസരമൊരുക്കുന്നുണ്ട്.
കിന്നരമടക്കമുള്ള സംഗീത ഉപകരണങ്ങളും ബെല്ലി ഡാൻസ് അടക്കമുള്ളവയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ഹുക്ക വലിക്കാനുള്ള കൊത്തുപണികളോടെയുള്ള വസ്തുക്കളും സ്വർണമടക്കമുള്ള ലോഹങ്ങളിൽ തീർത്ത ആഭരണങ്ങളും ആഗോള ഗ്രാമത്തിലെ ഈജിപ്തിന്റെ പവലിയനിൽ കാണാം.